പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനത്തിന് തുടക്കമാവുകയാണ്. ഇന്നലെ ഫ്രാൻസിലെത്തിയ മോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച നടത്തും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, നിർണായകമായ ചർച്ചകൾക്കും പ്രഖ്യാപനങ്ങൾക്കും ചില ഉദ്ഘാടനങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ലോകവും. ഒപ്പം ഇന്ത്യക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും ഗോകുൽ, ക്രിസ്ത്യൻ, അതിന്റെ പ്രധാനപ്പെട്ട അതായത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ച ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം കഴിഞ്ഞ മാസം ഇന്ത്യ ഒരു വലിയ പ്രതിരോധ കരാറിൽ ഫ്രാൻസുമായി ഏർപ്പെട്ടിരുന്നു. അത് റഫേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറാണ്. ഏതാണ്ട് 100-ലധികം റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാർ. അതിൽ 60% ഇന്ത്യയിലായിരിക്കും അതിൻ്റെ നിർമ്മാണമടക്കം നടക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പുരോഗതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ചർച്ചാ വിഷയമായി തന്നെ മുന്നോട്ട് വരും എന്നാണ് നമുക്ക് ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഈ മാസം 17 ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് സന്ദർശനം. അതിൽ മറ്റൊരു നിർണായകമായിട്ടുള്ള കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഈ ഉച്ചകോടിക്കിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതും ഒരു നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും. കാരണം ഇന്ത്യ US വ്യാപാര കരാർ ഏതാണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ അതിൻ്റെ നിയമപരമായ വശങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു പുരോഗതിക്കിടെയാണ് അത്തരമൊരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നത്. അപ്പോൾ അതും രാജ്യത്തെ സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. ഒപ്പം തന്നെ ചില ആശങ്കകൾ ഇന്ത്യക്ക് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ നാവികരുടെ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ്. അതിലെന്താണ് പ്രധാനമന്ത്രി അക്കാര്യത്തിൽ ഒരു ആശങ്ക പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച ഉടലെടുക്കുമോ എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമാണ്. എന്തായാലും ഇതിന് പുറമേ തന്നെ മറ്റ്, അതായത് ഖത്തർ അമീർ, UAE പ്രസിഡന്റ് എന്നിവരുമായെല്ലാം പ്രധാനമന്ത്രി ഈ ഒരു സൈഡ് ലൈൻ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖല, പ്രതിരോധം, AI, നിക്ഷേപ പങ്കാളിത്തം, ആഗോളതലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ, അത് ഹോർമൂസ് വഴിയുള്ള വ്യാപാരമടക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ, നിലവിൽ ഇന്ത്യയുടെ ആശങ്കയിൽ ഉള്ള കാര്യങ്ങളടക്കം പ്രധാന ചർച്ചാ വിഷയമായി മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ്. ഗോകുൽ, കൃഷ്ണ. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.